DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 1. ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് രാവിലെ 11-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. നിർമ്മലയുടെ തുടർച്ചയായ 8ാം ബജറ്റാണിത്. ഇടത്തരക്കാർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായിരിക്കും കേന്ദ്ര ബജറ്റിൽ ഊന്നൽ ലഭിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിൽ ഊന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം. എന്തെല്ലാമാണ് ബജറ്റിൽ കാത്തുവെച്ചതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. ആദായ നികുതിയിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇടത്തരം വരുമാനക്കാർ ഉറ്റുനോക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണെന്നാണ് നിഗമനം. കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും വയനാടിന് മാത്രമായി 2,000 കോടി രൂപയും ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലുള്ള വർധനവാണ് ഉറ്റുനോക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുമോ എന്നാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം. അതോടൊപ്പം സർക്കാരിന്റെ വിവിധ കേന്ദ്ര പെൻഷൻ പദ്ധതികളിലും വർധനവ് ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 5-ന് റേഷൻ കടകൾ അവധിയായിരിക്കും. ഫെബ്രുവരി 6-ാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഫെബ്രുവരി മാസത്തെ ഓരോ കാർഡിനും അനുവദിച്ചിരിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഇങ്ങനെ: മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കും. പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. NPI ബ്രൗൺ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇത്തരത്തിലാണ് ഫെബ്രുവരി മാസത്തിലെ ഓരോ റേഷൻ കാർഡുകാരുടെയും റേഷൻ വിഹിതങ്ങൾ. അടുത്ത അറിയിപ്പ്, സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം 3,000 കോടി രൂപ കൂടി കടമെടുക്കുകയാണ്. അതിനായുള്ള കടപ്പത്ര ലേലം ഫെബ്രുവരി 4 ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് ഇ-കുബേർ സംവിധാനം വഴി നടക്കും. കടമെടുപ്പ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ നേരത്തെ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. എന്നാൽ 20-ാം തീയതിക്ക് ശേഷം തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക. ഒരു മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ 1,600 രൂപ തന്നെയായിരിക്കും ഫെബ്രുവരി 20-ന് ശേഷം ലഭിക്കുക എന്നാണ് അറിയിപ്പുകൾ. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി 1 മുതൽ UPI ഐഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് NPCI അറിയിച്ചിരിക്കുകയാണ്. എല്ലാ UPI ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തീരുമാനം. എല്ലാ UPI ഐഡികളും കർശനമായി ആൽഫ ന്യൂമറിക് ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അക്കങ്ങളോ അക്ഷരങ്ങളോ മാത്രമേ ഐഡിയിൽ ഉൾപ്പെടുവാൻ സാധിക്കുള്ളൂ. അതായത് അറ്റ്, ഹാഷ് പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള UPI ഐഡികൾ സിസ്റ്റം സ്വയമേ നിരസിക്കുന്നതായിരിക്കും. 2025 ഫെബ്രുവരി മുതൽ ഇത് കർശനമാക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.